ഹലോ! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ഈവനിങ് ടൈമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കോർഫക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു സൈഡ് മലയും ഒരു സൈഡ് ബീച്ചും ഒക്കെയാണുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. അയ്യോ, അവധിക്കൊന്നും ഇപ്പോൾ ഇറങ്ങാനേ ഒക്കത്തില്ല ഇങ്ങോട്ട്. വീക്കെൻഡ് പോലും ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവധിക്കൊന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒക്കില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. വരുന്ന വഴിയൊക്കെ ബ്ലോക്കാണ്. അതുപോലാണ് യുഎയിലെ ഇപ്പൊ ആൾക്കാരുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് കോർഫക്കാൻ. കണ്ടമാനമാണ് വണ്ടികൾ വരുന്നത്. ഭയങ്കരമായിട്ട് ബ്ലോക്ക്. കാരണം ഒരു ചെറിയ സ്ഥലമല്ലേ, അപ്പം പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവും. അങ്ങനെ അപ്പൊ ഇതിപ്പം അവധി ദിവസങ്ങളൊന്നും അല്ല, ഒരു വർക്കിംഗ് ഡേ ഈവനിങ് ആണ്. നവംബർ മാസത്തിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു. പതുക്കെ തണുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് മഴ പെയ്യുന്നത്. ആ സമയത്ത് നവംബറിലെ വീഡിയോ ആണ്. ഇപ്പം ഡിസംബറിലെ വീഡിയോ അല്ല, നവംബറിലെ വീഡിയോ ആണിത്. നമ്മുടെ നാഷണൽ ഡേയുടെ ഒക്കെ അവധിക്കൊക്കെ ഒത്തിരി മുമ്പുള്ള വീഡിയോ കേട്ടോ. ഒരു ഈവനിങ് ടൈമാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കില്ല. പിന്നെ ഓഫീസൊക്കെ വിട്ട് വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ആദ്യക്കൊണ്ടാണെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ലുലയ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. ലുലയ്യ കോർഫക്കാനിലൊരു സ്ഥലമാണ്. അപ്പോൾ ലുലയ്യ ബീച്ചിലേക്കാണ് പോകുന്നത്. അതാകുമ്പോൾ ഫാമിലി ആണ് അവിടെ. ഫാമിലീസിന് മാത്രമേ അവിടുത്തെ ബീച്ചിൽ അലൗഡ് ഉള്ളൂ കേട്ടോ. കൂടുതലും ലോക്കൽസ് ആണ് അവിടെ വരുന്നത്. കൂടുതൽ പേരും വലുതായിട്ട് അറിയത്തില്ല ആർക്കും അങ്ങനെ ഒരു ബീച്ച് ഉണ്ടെന്ന്. അവിടെ ചൂട് സമയത്തൊന്നും അങ്ങനെയൊന്നും ആരും വരത്തില്ല. തണുപ്പ് സമയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽസ് എല്ലാവരും ക്യാമ്പിങ്ങുമായിട്ട് പിന്നെ അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. കടൽ തീരത്ത് പോയിട്ട് പിസ്സയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പിസ്സ എല്ലാം വാങ്ങിച്ചു. ഇത് ഈ ആൻറ്റീക് ഷോപ്പും ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഇതെനിക്ക് എപ്പോൾ കണ്ടാലും എക്സ്ട്രാ സിനിമ ഓർമ്മ വരും. എക്സ്ട്രാ സിനിമയുടെ ആദ്യം ഒരു ആൻറ്റീക് ഷോപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഓർമ്മ വരും. അതുപോലത്തെ ഒരു ടേബിളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ആ ഷോപ്പിൽ. അങ്ങനെ നമ്മൾ ലുലയ്യ ബീച്ചിലെത്തി. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. തണുപ്പും ഇല്ല ചൂടും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. എനിക്ക് കടൽ ആസ്വദിക്കാൻ ഒരു ഇച്ചിരി പാടുള്ള വ്യക്തിയാണ്. എനിക്ക് കടലിനോട് വലിയ താല്പര്യമില്ല. ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല. നമ്മൾ പറയില്ല ഇങ്ങനെ ബീച്ച് പേഴ്സൺ, മൗണ്ടൻ. എനിക്കൊരു മൗണ്ടൻ പേഴ്സൺ ആണ് ഞാൻ. എനിക്ക് മൗണ്ടൻ റേഞ്ചസ് ആണ് ഇഷ്ടം. എനിക്ക് ആ ഒരു ഗ്രീനറി അതൊക്കെയാണ് എനിക്ക് താല്പര്യം കേട്ടോ. എനിക്ക് പെട്ടെന്ന് മടുക്കും. എനിക്ക് കടൽ തീരത്ത് ചിലരൊക്കെ പറഞ്ഞേക്കാം എത്ര നോക്കിയാലും കടലിലോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ മടുപ്പ് തോന്നില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് മടുക്കും. എനിക്ക് കടലിൽ ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. നമ്മളിങ്ങനെ കടൽ ടൈഡുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവെടുക്കുകയൊക്കെ എനിക്ക് അങ്ങനെ താല്പര്യമേ ഇല്ല. എനിക്ക് ദേഹം കാല് നനയുന്നൊന്നും എനിക്ക് വലിയ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങും, കാല് നനയ്ക്കും എന്നല്ലാതെ എനിക്ക് അതിന് ഒട്ടും താല്പര്യമില്ല. അതെനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാലോ ഒരുമിച്ചെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടി വി ഓണാക്കും, ടി വിയിലെ കുത്തും, മൊബൈൽ കുത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ ഒട്ടും എൻജോയ് ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമല്ല ബീച്ചിൽ വന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് എത്ര കണ്ടാലും എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും കിഴക്കൻ റൂട്ടിൽ എത്ര പോയാലും എനിക്ക് കൊതിയാണ് വീണ്ടും വീണ്ടും പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട് സ്റ്റാർ ഫിഷ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്റ്റാർ ഫിഷിനെ നേരിട്ട് കാണുന്നത്. ചത്ത് കിടക്കാണ്, നല്ല സ്റ്റിഫായിരുന്നു. ചത്ത് കിടക്കുന്ന സ്റ്റാർ ഫിഷ് ആണ്. അങ്ങനെ രാത്രിയൊക്കെ ആയിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല എന്നാണ് പറഞ്ഞു വന്നിട്ട്. എന്നാലും എൻജോയ് ചെയ്തു. നമ്മൾ ഒരുമിച്ചുള്ള ടൈമിൽ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ പിസ്സയൊക്കെ എടുത്ത്, പിസ്സ അത്യാവശ്യം ഇച്ചിരി തണുത്ത് കേട്ടോ. കുറച്ച് നേരമായി, കാരണം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത്ര തണുപ്പില്ലേലും പിസ്സ ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണല്ലോ ടേസ്റ്റ്. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യക്കുട്ടനാണെങ്കിലും ഇച്ചിരിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ചേട്ടന് ആദ്യക്കുട്ടനും ചേട്ടനോടെ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ നല്ല പാക്കയായിരിക്കും കേട്ടോ. അതേ വേസ്റ്റ് എല്ലാം കൊണ്ട് അവിടെ ഇട്ടിട്ട് അച്ഛനും മോനോടെ തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ പോകണം കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും പരിപാടികളൊന്നും ഇല്ല. ഇരുട്ടിയെങ്കിലും സമയം ഒരു 7 മണി പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.